നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് യൂസ്ഫുള്ളാകുന്ന കുറച്ച് അയ്യങ്കാർ തെറാപ്പി പ്രാക്ടീസസ് ആണ് പരിചയപ്പെടുന്നത്. അയ്യങ്കാർ യോഗയിലുള്ള തെറാപ്യൂട്ടിക് പ്രാക്ടീസസ് ആണ് പരിചയപ്പെടുന്നത്. അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടീസസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ കിടന്നിട്ടുള്ള പ്രാക്ടീസസ് ആണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു റോപ്പ്, ഇവിടെ ഞാൻ അയ്യങ്കാർ റോപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തോർത്തോ അല്ലെങ്കിൽ ഒരു ഷോളോ ടവലോ എന്താണ് ഹാൻഡി ആയിട്ട് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ആയിട്ട് ചെയ്യാവുന്നതാണ്. റിലാക്സിങ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. ഇനി ബാക്ക് പെയിൻ ഉള്ളവർക്ക് മാത്രമല്ല, ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, സ്പൈനിൻ്റെ മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എല്ലാം ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്നത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾക്ക് അധികം സംസാരിച്ച സമയം കളയാതെ കിടക്കുന്ന പൊസിഷനിലേക്ക് വരാം. കംഫർട്ടബിളായിട്ട് റിലാക്സ് ആയിട്ട് കിടക്കുന്ന സ്ഥിതിയിലോട്ട് വരിക. അപ്പോൾ സുപ്പൈൻ പോസിലുള്ള പ്രാക്ടീസസ് ആണ്. നിലത്ത് കിടക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ബെഡിൽ കിടന്നിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് നമ്മൾ ലൈങ് ഡൗണിൽ താടാസന സ്ട്രെച്ചിങ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്തു, എന്നിട്ട് മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ, അതായത് വിരലുകൾ കോർത്തിട്ട് നന്നായിട്ട് മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ കാലിൻ്റെ വിരൽ മുന്നോട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ മേലേന്ന് ഒരാൾ നമ്മുടെ കൈ പിടിച്ച് വലിക്കുന്നത് പോലെയും താഴേന്ന് രണ്ട് കാലുകളും വലിക്കുന്ന പോലെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യണം. ടോട്ടൽ ബോഡിയിൽ സ്ട്രെച്ച് കിട്ടുന്ന രീതിയിൽ 1 2 3 4 and 5 ഒന്ന് ലൂസൻ ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വലിച്ചിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം കേട്ടോ. താടാസന സ്ട്രെച്ചിങ്ങിൻ്റെ ലൈങ് ഡൗൺ പൊസിഷനിൽ ചെയ്യുന്നതാണ്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കാല് താഴേക്കും കൈ മുകളിലോട്ടും. ഷോൾഡറെല്ലാം ചെവിയോട് ചേർന്ന്, ബൈസെപ്സ് ചെവിയോട് ചേർന്നിരിക്കട്ടെ. ഷോൾഡറിൽ നിന്ന് ആ ഒരു വലിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യണം. വയറകത്തോട്ട് വലിഞ്ഞിരിക്കട്ടെ. നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തേ. 1 2 3 4 and 5. ജസ്റ്റ് ലൂസൻ ചെയ്തു. ഒരു തവണ കൂടി കൈ നന്നായിട്ട് വിരലുകൾ കോർത്ത് മുകളിലോട്ട് വലിച്ചു കൊടുക്കുക. കാല് താഴേക്ക്. 2 3 4 and 5. സാവധാനം ലൂസൻ ചെയ്ത് കൈ പതിയെ സൈഡിലൂടെ റിലാക്സ് ചെയ്യാം, റിലീസ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. ഒരു നിമിഷം കാലുകളകത്തി ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മൾ താടാസന സ്ട്രെച്ചിങ് ലൈങ് ഡൗൺ പൊസിഷനിലാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യേണ്ട പ്രാക്ടീസസ് ആണ്. എക്സസൈസ് പോലെ ചെയ്യുന്ന ആസന അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നതല്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രാക്ടീസുകളാണ്. ആദ്യം നമ്മൾ അർദ്ധപവന മുക്താസനയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാൽമുട്ടൊന്ന് മടക്കി കൈകൾ കൊണ്ട് കാൽമുട്ടിന് മുകളിലൂടെ ചേർത്ത് പിടിച്ചു. തൈസും വയറും ചേർന്നിരിക്കുന്ന രീതിയിലിരിക്കട്ടെ. നോർമൽ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ തല ഉയർത്തുന്നില്ല. തെറാപ്യൂട്ടിക് ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള അർദ്ധപവന മുക്താസന പ്രാക്ടീസാണ്. നോർമൽ ബ്രീത്തിങ്ങിൽ 5 മുതൽ 10 ബ്രെത്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. റിലാക്സ്ഡ് ആയിരിക്കണം. ശ്വാസഗതി സാധാരണ ശ്വസനം, ഹോൾഡ് ചെയ്യരുത്. ദെൻ പതിയെ ശ്വാസം വിട്ട് റിലീസ് ചെയ്യുക. സെയിം തന്നെ ഇടതുവശത്ത് ശ്വാസം എടുത്ത് കാല് ഉയർത്തി വിട്ടുകൊണ്ട് മുട്ടുമടക്കി. ഉയർത്തിയില്ല, ജസ്റ്റ് കാല് മുട്ടുമടക്കി. ഇൻഹെയിൽ എക്സെയിൽ ചെയ്ത് മുട്ടുമടക്കി. മാക്സിമം വയറായിട്ട് ചേർന്നിരിക്കട്ടെ. ഇത്രയും പറ്റണില്ല, നിങ്ങളുടെ ശരീരം അനുവദിക്കണില്ലെങ്കിൽ സാധിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇവിടെ തല ഉയർത്തണില്ല. തല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ആ ലംബാണ് സ്ട്രെച്ച് അല്ലെങ്കിൽ ലോവർ ബാക്കിന് സ്ട്രെച്ച് കിട്ടുന്ന രീതിയിലാണ് പവന മുക്താസന ഇവിടെ ചെയ്യുന്നത്. നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാം. കംപ്ലീറ്റ്ലി അവെയർ ആയിട്ടിരിക്കുക. ഓരോ പോസ് ചെയ്യുമ്പോഴും ശരീരത്തിൽ എവിടെയാണ് സ്ട്രെച്ച് കിട്ടണമെന്ന് അറിയുക. എന്ത് രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് എന്ന് ഫീൽ ചെയ്യുക ഓരോ പോസിലും. ശേഷം പതിയെ റിലീസ് ചെയ്തു. ഓക്കെ, ഇത് തന്നെ 2 കാലുകൾ വെച്ച് ചെയ്യാം. 2 കാലുകളും പതിയെ മുട്ടുമടക്കി കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. വയറും തൈസും ചേർന്നിരിക്കട്ടെ.
കാൽവിരൽ മുന്നോട്ട് പോയിൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ദെൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പതിയെ 5 മുതൽ 10 ബ്രത്ത് മെയിൻറ്റെയിൻ ചെയ്തു. സാവധാനം കൈകൾ റിലീസ് ചെയ്തു. കാല് പതിയെ താഴെ വെച്ച് ശ്വാസം വിട്ട് മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക. പവനമുക്താസനയുടെ പ്രാക്ടീസാണ് ചെയ്തത്. കാലുകൾ അകത്തി റിലാക്സ് ചെയ്യാം. ലോവർ ബാക്കിലെ സ്റ്റിഫ്നെസ് ഒക്കെ മാറാനായിട്ട് യൂസ്ഫുള്ളാണ്. പവനമുക്താസന തല ഉയർത്താതെയുള്ള വേരിയേഷനാണ് നമ്മളിവിടെ ചെയ്തത്. അടുത്തത് മരീചാസന. ഒരു കാല് മാത്രം മടക്കിയിട്ടുള്ള ഒരു ട്വിസ്റ്റിംഗ് പ്രാക്ടീസാണ്. വലത് കാല് മുട്ട് മടക്കുക. പതിയെ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടത് കാൽമുട്ടിനെ ക്രോസ് ചെയ്ത് വലത് കാൽപാദം വെക്കുക പറ്റുന്നുണ്ടെങ്കിൽ. ദെൻ സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുക്കാം. വിട്ടുകൊണ്ടൊരു ട്വിസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യണത്. വലത് കാൽമുട്ടിൽ പിടിക്കുക, ഇടത് വശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒരേ സൈഡ് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവും. ഞാൻ വലത് കാലാണ് മുട്ടുമടക്കിയിട്ട് ഇടത് കാൽമുട്ടിനെ ക്രോസ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലത് കൈ കൊണ്ട് പതിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതല്ല അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ കൈ ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇടത് കൈ വലത് കാൽമുട്ടിനെ ഒന്ന് പതിയെ, ഓവറായിട്ട് പുഷ് ചെയ്യണില്ല, ജെന്റ്ലി ഒരു സപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത്. ദെൻ ഇടതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലത് ഷോൾഡർ ഇതിങ്ങനെ തിരിയരുത്. വലത് ഷോൾഡർ താഴെ പതിഞ്ഞിരിക്കണം. വലത് ഷോൾഡറിൻ്റെ കൈ ഷോൾഡർ ലെവലിൽ നീട്ടി താഴെ പതിഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ലോവർ ബാക്കിൽ ആ ഒരു ട്വിസ്റ്റിങ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി കാൽമുട്ട് ഇത്രത്തോളം താഴോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്റ്റിഫായിരിക്കും ബാക്ക് പെയിൻ ഉള്ളവർക്ക് പൊതുവേ. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഇത്ര മാത്രമാണ് കിട്ടണമെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു പില്ലോയോ മറ്റോ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മിനിമം ഒരു 30 സെക്കൻഡ്സ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ട്വിസ്റ്റിംഗ് പോസിൽ ഷോൾഡർ ഉയർന്നു പോകണില്ല എന്ന് ഉറപ്പ് വരുത്തണം. ശ്വാസം എടുത്ത് നേരെ വന്നു, കാല് മുന്നോട്ട് നീട്ടി എക്സെയിൽ ചെയ്ത് റിലീസ് ചെയ്തു. എതിർവശം ചെയ്യാതുപോലെ ഇടത് കാലാണ് മുട്ടുമടക്കുന്നത്. വലത് കാൽമുട്ടിനെ ക്രോസ് ചെയ്ത് ഇടത് കാൽപാദം വെച്ചു, സാധിക്കുമെങ്കിൽ വെക്കുക. ദെൻ കൈ ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചു. വലത് കൈ കൊണ്ട് ഇടത് കാലിനെ പിടിച്ചിട്ട് വലതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ തോളിങ്ങനെ ഉയർന്നു പോണില്ല, തോളിങ്ങനെ പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ തോൾ ഉയർത്തുന്നില്ല, തോൾ സൈഡിലോട്ട് താഴെ പതിഞ്ഞാണ് ഇരിക്കുന്നത്. ഹിപ്പ് ഉയരുന്നുണ്ട്. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹിപ്പ് ഉയർത്തിയിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. മാക്സിമം താഴെയുള്ള കാല് നേരെ വെക്കാൻ ട്രൈ ചെയ്യുക. കാലൊന്ന് പതിയെ സൈഡിലോട്ട് തിരിയും, അത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തിരിയണതാണ്. നോർമൽ ബ്രീത്തിങ് ആണ്. തല നേരെ നോക്കാം, അല്ലെങ്കിൽ ഈ നീട്ടി വെച്ചിരിക്കുന്ന കയ്യിലോട്ട് നോക്കാം. കഴുത്ത് വേദന ഉണ്ടെങ്കിൽ തല നേരെ നോക്കിയാൽ മതി, ഇങ്ങനെ തിരിക്കണം എന്നില്ല. ഓക്കെ, സാവധാനം ശ്വാസം എടുത്ത് നേരെ വന്നു, ഇട്ടുകൊണ്ട് കാല് മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നീ കിടന്നിട്ടും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു തവണ കൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കിടക്കുന്ന പൊസിഷനിൽ വന്നു, കൈ രണ്ടും ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കണമെങ്കിൽ നീട്ടി വെക്കാം, അല്ലെങ്കിൽ വലത് കാലാണ് മുട്ടുമടക്കിയേക്കുന്നത്. ദെൻ ഇടത് കാൽമുട്ടിനെ ക്രോസ് ചെയ്തു വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ തോള് ഇങ്ങനെ ഉയരരുത് എന്നാണ് ഉദ്ദേശിച്ചത്. തോള് താഴെ പതിഞ്ഞിരിക്കണം. കാൽമുട്ടാണ് വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. ഇത്രയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെ മാത്രം ചെയ്താൽ മതി, തോൾ ഉയർന്നു പോവാതെ. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ താഴോട്ട് വരിക. നേരെ വന്നു, സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡ്. ഇടത് കാല് മുട്ടുമടക്കി വലത് കാൽമുട്ടിനെ ക്രോസ് ചെയ്തു, വലതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇടത് കൈ തോളിൽ, അതായത് ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കുക. ശ്വാസം എടുത്ത് നേരെ വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് മതിലിൽ വേണമെങ്കിൽ നീട്ടി വെച്ചിരിക്കുന്ന കാല് മതിലിൽ ചവിട്ടി വെക്കാം. എൻ്റെ മതിലിൽ വരെ എത്തണില്ല, മതിലിൽ ചവിട്ടി വെക്കണമെങ്കിൽ ചവിട്ടി വെക്കാം. അപ്പോൾ നമ്മൾ കാല് തിരിക്കുമ്പോൾ അങ്ങനെ തിരിഞ്ഞു പോവില്ല. ഓക്കെ, എല്ലാം കൂടി ആയിട്ട് കൺഫ്യൂസ്ഡ് ആക്കണ്ട.
പറഞ്ഞത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അടുത്തൊരു പ്രാക്ടീസ് സുപ്തപാദാങ്കുഷ്ടാസന. ഇതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ബാക്ക് പെയിന് വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന ഒരു പ്രാക്ടീസാണ് കേട്ടോ. സുപ്തപാദാങ്കുഷ്ടാസന റോപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ യോഗ അല്ലെങ്കിൽ യോഗ തെറാപ്പിയിൽ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അയ്യങ്കാർ യോഗയിൽ പ്രത്യേകിച്ച്. അപ്പോൾ റോപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടവല് തോർത്തോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ. ചെയ്യാതിരിക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. റോപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാതിരിക്കണ്ട. സാവധാനം വലത് കാലൊന്ന് മുട്ടുമടക്കി ദെൻ കാലിന് ഈ രീതിയിൽ കാലിന് താഴെ കൂടി ഇങ്ങനെ ഇടുക. ശേഷം 90 ഡിഗ്രി ഉയർത്താൻ സാധിക്കുന്നുള്ളവർ ഉയർത്തുക. പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും 90 ഡിഗ്രി ഉയർത്താൻ പറ്റില്ല എന്ന്. പ്രത്യേകിച്ച് ബാക്ക് സ്റ്റിഫായിട്ടുള്ളവർക്ക് ഇത്ര ഉയർത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് നീളമുള്ള ക്ലോത്തോ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. തോർത്തോ ഷോളാണെങ്കിൽ കുറച്ച് നീളം കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഇത്രയും ഉയർത്താൻ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും ഉയർത്തിയിട്ട് വേണം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീ ബെൻഡ് ചെയ്യരുത്. ഇവിടെ നീ ബെൻഡ് ചെയ്യില്ല, നമുക്ക് അവിടെ സ്ട്രെച്ച് ഫീൽ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നീ ബെൻഡ് ചെയ്യാതെ 30 ഡിഗ്രിയാണ് പറ്റണമെങ്കിൽ അവിടെ നിൽക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നീ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. നീ ബെൻഡ് ചെയ്യാതെ 90 ഡിഗ്രി ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. അത് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്ന ആ രീതിയിൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 30 ഡിഗ്രി ആണെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാരും കംപ്ലൈൻറ്റ് പറയരുത്. നോർമൽ ബ്രീത്തിങ്. 2 കൈ യൂസ് ചെയ്യണമെങ്കിൽ 2 കൈ ഓരോ ഷോളിൻ്റെ സൈഡിൽ യൂസ് ചെയ്യാം. അതല്ല വലത് കാലാണ് ഉയർത്തണമെങ്കിൽ വലത് കൈ മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മിനിമം 30 സെക്കൻഡെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2 മിനിറ്റ് വെച്ച് ഓരോ പൊസിഷനിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. 2 മിനിറ്റ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ പതിയെ 30 സെക്കൻഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തു. ആ ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും ഹാംസ്ട്രിങ്സിൽ. നോർമൽ ബ്രീത്തിങ്ങിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഇനി സുപ്തപാദാങ്കുഷ്ടാസന 2 അല്ലെങ്കിൽ ബി. അടുത്ത വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വലത് കാല് വലതുവശത്തോട്ട് സൈഡിലോട്ട് കൊണ്ടുപോവുക. മനസ്സിലായല്ലോ? വലത് കാല് നമ്മൾ ഉയർത്തി നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വശങ്ങളിലോട്ട് വലതുവശത്തോട്ട്. അപ്പോൾ ടൈറ്റ് ഹാംസ്ട്രിങ്സോ അല്ലെങ്കിൽ ഹിപ്പ് അത്ര ഓപ്പണിങ് ഇല്ലാത്തവർക്ക് ടൈറ്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ ഇത്ര മാത്രമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളുടെ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ കാല് ഫുള്ള് തിരിച്ചു കൊടുത്തിട്ടല്ല വശങ്ങളിലോട്ട് തിരിയണമെന്ന് മനസ്സിലാക്കുക. മാക്സിമം ഈ കാല് ഈ ഹിപ്പ് ലെഫ്റ്റ് ഹിപ്പ് താഴെ പതിച്ച് വെക്കാൻ ട്രൈ ചെയ്യണം. ശേഷമാണ് വലത് കാല് വലതുവശത്തോട്ട്. ഇത്രയാണ് ഇന്ന് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അത്രമാത്രം പ്രാക്ടീസ് ചെയ്യുക. ഇനി അതല്ല കുറച്ചുകൂടി താഴ്ത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വെക്കുക. ബെറ്റർ എപ്പോഴും ഒരു സപ്പോർട്ട് യൂസ് ചെയ്യുക. ഞാനിവിടെ സപ്പോർട്ടിനായിട്ടൊരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൂള് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ ഈ കാല് വരുന്ന ഭാഗം സ്റ്റൂൾ വരെ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ചെയർ വരെയാണ് നിങ്ങൾക്ക് കാലെത്തണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാല് അതിന് മുകളിൽ പ്ലേസ് ചെയ്യാം. അത്രയാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ. ഓക്കെ, നിങ്ങളുടെ ശരീരം അനുവദിക്കുന്ന അനുസരിച്ച് മാത്രം ചെയ്യുക. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യരുത്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് താഴോട്ട് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബാക്ക് പെയിൻ ഉള്ളവർക്ക് അധികം പറ്റണമെന്നില്ല, അതല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, താഴോട്ട് എത്തുന്നുണ്ടെങ്കിൽ താഴെ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക ശരീരം എത്രയാണെന്ന് അനുവദിക്കുന്നതെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് മാത്രം പ്രോഗ്രസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അത് സൈഡിലോട്ട് നോർമൽ ബ്രീത്തിങ്ങിൽ. അപ്പോൾ ഇവിടെ വരെയാണ് നിങ്ങൾക്ക് സൈഡിലോട്ട് വരുന്നുള്ളൂ. ഇന്നർ തൈസിൽ നന്നായിട്ട് സ്ട്രെച്ച് കിട്ടും. ആ ഒരു പൊസിഷനിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. കുറച്ചുകൂടി പറ്റുന്നുണ്ടോ അവിടെ നിൽക്കുക. കുറച്ചുകൂടിയാണ് ഭയങ്കര സ്ട്രെയിൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സ്ട്രെയിൻ ഉണ്ടാവില്ല, സ്ട്രെച്ച് ഉണ്ടാവും സപ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, കൂടുതലും നേരം നമ്മൾക്ക് കംഫർട്ടബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സപ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ. അതിൻ്റെ ബെനിഫിറ്റ്സ് നന്നായിട്ട് നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കും.
അതുപോലെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയും ഓൾമോസ്റ്റ് 0% ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ സപ്പോർട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കത്തി വെക്കുകയാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ വലത് കാല് നേരെ കൊണ്ടുവന്നു. നീ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നോളൂ. അപ്പോൾ സ്ട്രെയിൻ ഉണ്ടാവില്ല അത്രയ്ക്ക്. അതായത് നേരെ കൊണ്ടുവരുന്ന സമയത്ത് പതിയൊന്ന് കാൽമുട്ടും മടക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇനി മൂന്നാമത്തത്, വലത് കാലാണ് ഉയർത്തിയത്, വലത് കാല് ഇടതുവശത്തോട്ട് ട്വിസ്റ്റിംഗ് ആണ്. സെയിം തന്നെ ട്വിസ്റ്റിംഗ് ആണ്. ഓക്കെ, സുപ്തപാദാങ്കുഷ്ഠാസന 3 ആണ്. അതിൽ വലത് കൈ കൊണ്ടാണ് നമ്മൾ വലതുവശത്തോട്ട് ചെയ്തത്. ഇടത് കൈ കൊണ്ട് വലത് കാലിൽ പിടിക്കണം. നേരെ മറിച്ച് വലത് കൈ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഷോൾഡർ ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ അത് ട്വിസ്റ്റിംഗ് ആവില്ല. ഇടത് കൈ കൊണ്ട് വലത് കാലിൽ ക്ലോത്തിൽ എന്താണ് പിടിച്ചേക്കുന്നത് ആ രീതിയിൽ പിടിക്കുക. ഇനി ഇടതുവശത്തോട്ട്, വലത് കാല് ഇടതുവശത്തോട്ട് തിരിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇടതുവശത്തോട്ട് തിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ സപ്പോർട്ട് വേണോ, സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത്ര വരെ എത്തുന്നുള്ളവർ, ചിലപ്പോൾ ഇത്ര എത്തണം എന്നില്ല, ഇവിടെ വരെയാണ് എത്തണമെങ്കിൽ അവിടെ എന്തെങ്കിലും സപ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ വരെ എത്തുന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കുക. ഓക്കെ, അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. കുറച്ചുകൂടി താഴത്തോട്ട് നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പലകയോ മറ്റോ മതിയാകും. ഞാനിവിടെ ബ്ലോക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ബ്ലോക്കിൽ വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഈ കൈ യൂസ് ചെയ്തതുകൊണ്ടാണ് സൈഡിലോട്ട് തിരിഞ്ഞു പോയത്. കൈ സൈഡിൽ ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കുക. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഗ്ലൂട്ട്സിൽ, ബാക്കിൽ, തൈസിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് കിട്ടും. അതറിഞ്ഞ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് യൂസ് ചെയ്യുക. ആരും പറയരുത് എനിക്കത് ചെയ്യാൻ പറ്റണില്ല എന്ന്. ഇത്രയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ എങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്ട്രെച്ച് കിട്ടും, നോർമലാണ്, സ്ട്രെച്ച് ഫീൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ 30 seconds to 1 minute ആണ്. ഞാൻ ടൈം നോക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ആ രീതിയിൽ നോക്കണം കേട്ടോ. പതിയെ നീ ബെൻഡ് ചെയ്തിട്ട് തന്നെ തിരിച്ചു വരാം. ഒരു കാര്യം കൂടി, ഇത്രയും കാല് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ആകെ നീ ഒന്ന് ബെൻഡ് ചെയ്യുക. ഈ വലത് കാലിൻ്റെ മുട്ട് മടക്കിയിട്ട് പതിയെ സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് യൂസ് ചെയ്ത് ഈ രീതിയിൽ കാൽമുട്ടും മടക്കിയിട്ട് ഈ ഒരു ട്വിസ്റ്റിങ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ട്വിസ്റ്റിങ് പതിയെ പതിയെ കംഫർട്ടബിൾ ആവുന്നതിനനുസരിച്ച് കാല് നീട്ടിയാൽ മതി. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കാല് നീട്ടി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇനി പതിയെ നേരെ വന്നു, കാലുയർത്തി റിലീസ് ചെയ്തു. സെയിം തന്നെ ഓപ്പോസിറ്റ് ലെഗ് കൊണ്ട് ചെയ്യാം. അപ്പോൾ വലത് കാലാണ് നമ്മൾ ചെയ്തത്. എന്തൊക്കെയാണ് ചെയ്തത്? കാലുയർത്തി നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്തു. ഒരു 30 സെക്കൻഡെങ്കിലും മിനിമം. വലത് കാലാണെങ്കിൽ ഈ വലതുവശത്തോട്ട് കൊണ്ടുപോയി അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. 30 seconds എങ്കിലും മിനിമം. ദെൻ പതിയെ നേരെ കൊണ്ടുവന്നു. പിന്നെ ഇടതുവശത്തോട്ട് തിരിച്ചു. വലത് കാല് ഇടതുവശത്തോട്ട് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്തു. ഇടതുവശത്തോട്ട് തിരിക്കുമ്പോൾ ഇടത് കൈ കൊണ്ടാണ് പിടിക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. സെയിം തന്നെ ലെഫ്റ്റ് സൈഡ് കൊണ്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇടത് കാല് മടക്കി ആ ഒരു തുണിയോ തോർത്തോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് യൂസ് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, 2 കൈ വേണമെങ്കിൽ 2 കൈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് പിടിക്കാം. നിങ്ങൾ ഓവറായിട്ട് ഇവിടെ സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ചെറിയൊരു തുണിയാണ് പിടിക്കണമെങ്കിൽ നമുക്ക് ഷോൾഡറിനും സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ആ ലെങ്ത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചും കൂടി നീളം വേണ്ടതാണെങ്കിൽ നീളം വെച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്കിത് പിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, ബാക്കിൽ ആ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യാം. നോർമൽ ബ്രീത്തിങ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇടത് കാല് സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലോട്ട്, സുപ്ത പാദാങ്കുഷ്ഠാസന 2 അല്ലെങ്കിൽ B. ഇടത് കാല് ഇടതുവശത്തോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് യൂസ് ചെയ്യുക. ഇടത് കാല് ഇടതുവശത്തോട്ട്, വലത് കാല് നേരെ തന്നെ ഇരിക്കട്ടെ, വലത് ഹിപ്പ് താഴെ പതിഞ്ഞിരിക്കട്ടെ. നോർമൽ ബ്രീത്തിങ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നർ തൈസിൽ ആ സ്ട്രെച്ച് ഫീൽ ചെയ്യുക. പതിയെ പതിയെ നിങ്ങൾക്ക് മേലേക്ക് ഉയർത്താവുന്നതാണ്. നിങ്ങളുടെ സ്ട്രെച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ മേലോട്ട് ഉയർത്തി കൊണ്ടുവരാം. പക്ഷേ ഹിപ്പ് ടൈറ്റാണ്, ബാക്ക് ടൈറ്റാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര മാത്രമേ എത്തുള്ളൂ. അപ്പോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മിനിമം 30 seconds റിലാക്സ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. പതിയെ നീ ബെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരിക. അടുത്തത് ഏതായിരുന്നു? ഓപ്പോസിറ്റ് സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്തത്? പതിയെ ഒന്ന് നീ ബെൻഡ് ചെയ്തിട്ട് സൈഡിലോട്ട്. അപ്പോൾ
ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടത് കാലാണ് ഉയർത്തി വെച്ചിരിക്കണമെങ്കിൽ വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ ആ ഒരു ക്ലോത്തിൽ പിടിക്കുക. ദെൻ ഇടതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? തോൾ ഉയർന്നു പോവരുത്. ഈ ഒരു ഷോൾഡർ ഇങ്ങനെ തിരിച്ചു കൊടുക്കരുത്, അപ്പോൾ നമുക്ക് ട്വിസ്റ്റ് കിട്ടില്ല. ഓക്കെ, തോൾ താഴെ പതിച്ച് വെക്കണം. എത്രയാണോ പറ്റുന്നത് അത്ര മാത്രം ചെയ്യുക. നോർമൽ ബ്രീത്തിങ്. ഈ ഒരു ലോവർ ബാക്കിൽ കിട്ടുന്ന ആ ഒരു സ്ട്രെച്ച് അറിയുക. ഗ്ലൂട്ട്സ്, ബാക്ക് ഓഫ് ദ തൈസ്. നോർമൽ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക. തല നേരെ വേണമെങ്കിൽ നേരെ വെക്കാം. നിങ്ങൾക്ക് തല തിരിച്ച് കൈ ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചിരിക്കുന്ന കയ്യിലോട്ട് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. കഴുത്തിന് സ്ട്രെയിൻ തോന്നുന്നുണ്ടെങ്കിൽ നേരെ നോക്കിക്കോളൂ കേട്ടോ. 30 seconds to 1 minute മെയിൻറ്റെയിൻ ചെയ്യുക. സാവധാനം കാൽമുട്ട് മടക്കി തിരിച്ചു വന്നു. ദെൻ ക്ലോത്ത് മാറ്റി. കാൽ ഉയർത്താൻ പറ്റുമെങ്കിൽ ഉയർത്തിക്കോളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പതിയെ കാല് നീട്ടിയിട്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, അകത്തി കൈകളകത്തി കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്ത് കണ്ണുകളടച്ച് റിലാക്സ് ചെയ്യുക. ഒരു മിനിറ്റ് ശവാസനയിൽ റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. തല മുതൽ കാല് വരെ ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്യുന്നത് അറിയുക. സാവധാനം സ്പൈനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. സ്പൈൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. അപ്പർ ബാക്ക്, മിഡിൽ ബാക്ക്, ലോവർ ബാക്ക്, ടെയിൽ ബോൺ. കൂടുതൽ റിലാക്സേഷൻ, സ്പൈൻ്റെ റിലാക്സേഷന് ഉഗാരയാണ് ചാൻഡ് ചെയ്യാറുള്ളത്. മിഡിൽ പാർട്ടിന് വേണ്ടി ഉഗാര. ദീർഘമായി ശ്വാസം എടുക്കുക, വയറ് പുറത്തേക്ക്. ശ്വാസം വിടുമ്പോൾ ഊ സൗണ്ട് കൊണ്ട് എക്സേൽ ചെയ്യുക. ഊ. സെക്കൻഡ് റൗണ്ട് ശ്വാസം എടുത്തു. ഉഗാര ഇൻഹെയിൽ ഡീപ്ലി, എക്സേൽ ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാക്കേണ്ടത്. ഊ. Once more. Ooh. Spine completely relax and അനുവദിച്ചു കൊടുക്കാം. എത്ര നേരം അതിൽ തുടരാൻ സാധിക്കുമോ തുടരാവുന്നതാണ്. ശേഷം പതിയെ തലയൊന്ന് വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും ഒന്ന് തിരിച്ച് ഒരു സൈഡിലോട്ടൊന്ന് പതിയെ തിരിഞ്ഞെടുക്കുക. ദെൻ പതിയെ കൈകുത്തി എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരാം. നമസ്തേ. നമ്മൾ സിമ്പിളായിട്ടുള്ള കുറച്ച് സുപ്പൈൻ പോസിലെ പ്രാക്ടീസസ് ആണ് പരിചയപ്പെട്ടത്. ഡെയിലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വർക്ക് കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് ആ ഒരു ടൈറ്റ്നെസ്, ആ ഒരു ബാക്കിൽ സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ള സ്ട്രെച്ചായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് പ്രത്യേകം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. സപ്പോർട്ട് യൂസ് ചെയ്യുക. സപ്പോർട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു പൊസിഷനിൽ കൂടുതൽ നേരം ഒരു എഫേർട്ട് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ പൊസിഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗുണം നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. വീട്ടിൽ തന്നെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഷോളോ എന്തെങ്കിലും ഒരു തോർത്തൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു 2 വീക്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള വ്യത്യാസം മനസ്സിലാകും. പക്ഷെ ചിലപ്പോൾ ഒരു സ്റ്റിഫർ സൈഡിലായിരിക്കാം ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രാക്ടീസാണ്. അയ്യങ്കാർ യോഗ തെറാപ്പിയുടെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസാണ് പരിചയപ്പെടുത്തി തന്നത്. ഇതിൽ തന്നെ നമ്മൾക്ക് റോപ്പ് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യുന്നത്, ചെയർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രാക്ടീസസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഇനി വരുന്ന സമയങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ പറയാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നമസ്തേ.